നമസ്കാരം. രണ്ടാഴ്ച പരിശ്രമിച്ചിട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന യുദ്ധവിമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഉടൻ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റില്ല. ബ്രിട്ടനിൽ നിന്നും വിദഗ്ധരെത്താൻ വൈകുന്നതാണ് ഇതിന് കാരണം. F-35B ബ്രിട്ടീഷ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അവിടെ നിന്നുള്ള എഞ്ചിനീയർമാർ ഈ ആഴ്ച എത്തുന്നതായിരിക്കും. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. വിമാന നിർമ്മാതാക്കളായ US കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ്റെ എഞ്ചിനീയർമാരും സംഘത്തിൽ ഉണ്ടാകും. തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ F-35Bയെ വലിയ ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഹാങ്ങറിൽ കയറ്റി പരിശോധിക്കാൻ ഒടുവിൽ തീരുമാനമായിരിക്കുന്നു. അതിന് ശേഷം മാത്രമേ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുമോ എന്ന് ഉറപ്പിക്കുകയുള്ളൂ. ഇതിനിടെ വിമാനത്തിലെ റിസർവ് പൈലറ്റ് തിരികെ പോയിട്ടുണ്ട്. ഇതോടെ യുദ്ധവിമാനം പൂർണ്ണമായും ഇന്ത്യൻ സുരക്ഷയിൽ ആയിട്ടുണ്ട്. ബ്രിട്ടൻകാർ ആരും വിമാനത്തിനൊപ്പം ഇല്ല എന്നതാണ് സൂചന. എല്ലാ അർത്ഥത്തിലും അനാഥൻ ആയി ആ യുദ്ധവിമാനം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുകയാണ്. പുതിയ ടീം ഉടൻ എത്തുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യൻ അധികൃതർക്ക് ഉള്ളത്. വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാം എന്ന നിർദ്ദേശം ഉണ്ടായെങ്കിലും ബ്രിട്ടൻ അത് തള്ളുകയായിരുന്നു. തകരാറ് പരിഹരിക്കാൻ കഴിയാത്തതിനാൽ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിദഗ്ധരും പൈലറ്റും നേരത്തെ തിരിച്ചു പോയിരുന്നു. പുതിയ ടീം എത്തുന്നതോടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച വിമാനം കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ലോകത്തെ ഏറ്റവും ചെലവേറിയ യുദ്ധവിമാനമാണ് അമേരിക്കൻ നിർമ്മിത F-35B. അതിനാൽ തന്നെ ഇതിൻ്റെ സാങ്കേതിക വിദ്യകൾ മറ്റാരെങ്കിലും പരിശോധിക്കുമോ എന്ന ഭയം ബ്രിട്ടന് നല്ലപോലെയുണ്ട്. ഈ യുദ്ധവിമാനത്തെ ഉപഗ്രഹം ഉപയോഗിച്ച് ബ്രിട്ടൻ നിരീക്ഷിച്ചു വരികയാണ്. സാങ്കേതിക തകരാറും ഇന്ധനം തീരുന്നുവെന്ന പ്രശ്നവും മനസ്സിലാക്കി അടിയന്തര ലാൻഡിങ്ങിനായി സ്ക്വാക്ക് 7700 എന്ന കോഡാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ചത്. അടിയന്തര സഹായം ആവശ്യമായ ഘട്ടത്തിലാണ് ഈ കോഡ് അയക്കുന്നത്. നേരത്തെ സാങ്കേതിക തകരാറ് തിരിച്ചറിഞ്ഞാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയതെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. തകരാറ് കാരണം തിരുവനന്തപുരത്ത് ഇറക്കേണ്ടി വന്ന UK-യുടെ 5ാം തലമുറ യുദ്ധവിമാനം എന്ന് തിരികെ പറക്കും എന്നതിൽ ഒരു വ്യക്തതയും ഇല്ല എന്നതാണ് വസ്തുത. ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന സംയുക്ത അഭ്യാസം പൂർത്തിയാക്കിയ ബ്രിട്ടന്റെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന വിമാനമാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത്. ഇതൊരു അസാധാരണമായ സംഭവമാണ്. റഡാർ സംവിധാനങ്ങളെ പോലും കബളിപ്പിച്ച ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് F-35B യുദ്ധവിമാനങ്ങൾ. ഈ വിമാനത്തിൻ്റെ പുറംചട്ടയിലെ ചെറിയ തകരാറ് പരിഹരിക്കാൻ പോലും കമ്പനി അംഗീകരിച്ച വിദഗ്ധർ വേണ്ടിവരും. നിലത്ത് നിന്ന് കുത്തനെ പറന്നു പൊങ്ങാനും അതേപോലെ നിലത്തിറങ്ങാനും കഴിയുന്ന സംവിധാനമാണ് F-35Bയിൽ ഉള്ളത്. ഹൈഡ്രോളിക് സംവിധാനത്തിലേക്ക് തകരാറുണ്ടായാൽ അതിന് കഴിയില്ല. അതിനിടെ വിമാനത്താവളത്തിൻ്റെ സേവനം ഉപയോഗിച്ചതിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞിരുന്നു. വിദേശ സൈനിക വിമാനമായതിനാൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. വിമാനത്തിൻ്റെ ഭാരം അനുസരിച്ചാണ് ഫീസ് ഈടാക്കുന്നത്. ഇതുവരെ 3 ലക്ഷത്തിലേറെ രൂപ വാടക ഇനത്തിൽ കണക്കാക്കിയിട്ടുണ്ട്. ഇത്രയും ചെറിയ തുക ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും കേന്ദ്രം ഈടാക്കാൻ ഇടയില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അദാനി ഗ്രൂപ്പിന് കേന്ദ്രം വാടക നൽകുന്നതായിരിക്കും. ബ്രിട്ടീഷ് നാവികസേനയുടെ $110 മില്യൺ വില വരുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ജെറ്റാണ് ഇത്. കേരളത്തിലെ മഴ കൊണ്ട് നശിക്കേണ്ട എന്ന് കരുതി ഹാങ്ങറിലേക്ക് മാറ്റിയിടാമെന്ന ഇന്ത്യയുടെ വാഗ്ദാനം ആദ്യം ബ്രിട്ടൻ തള്ളിക്കളഞ്ഞിരുന്നു. ഇന്ത്യക്ക് സ്വന്തമല്ലാത്ത 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയുടെ പരിധിയിലുള്ള ഹാങ്ങറിലേക്ക് മാറ്റാത്തത് ഇന്ത്യയെ വിശ്വാസമില്ലാത്തതിനാലാണ് എന്നാണ് പ്രചാരണമുണ്ടായത്. ഈ വാദങ്ങളെ റോയൽ നേവി തള്ളിക്കളഞ്ഞിരുന്നു. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ UK-യിൽ നിന്നും എഞ്ചിനീയറിംഗ് ടീം ഉടൻ തന്നെ എത്തുമെന്നും എത്തിയാൽ ഉടൻ തന്നെ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുമെന്നുമാണ് റോയൽ നേവി വക്താവ് അറിയിച്ചിരിക്കുന്നത്.